പ്രൈസറോ കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിരിയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവം ചിന്തിക്കാൻ ദൈവജന ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനും അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. യാക്കോബിന്റെ ഓടിപ്പോക്കും തനിക്ക് ലഭിക്കുന്ന ദർശനവും അവിടെ താൻ ദൈവത്തിന് കൊടുക്കുന്ന നേർച്ചയും, ഹല്ലേലൂയ, ദൈവം തനിക്ക് നൽകുന്ന വാഗ്ദത്തങ്ങൾ, പ്രൈസറോ, പിന്നെ ഈ യാക്കോബിന്റെ ജീവിതകാലത്തിൽ സംഭവിച്ച വിവിധ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, ചിന്തിക്കാറുണ്ട്. ഇന്ന് നമ്മൾ അതിനെ ഭാഗത്തിലേക്ക് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളിവിടെ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഹല്ലേലൂയ എന്ന് ഈ യാക്കോബ് പറയാ. ഈ സ്ഥലം എത്ര ഭയങ്കരമാണ്! ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല. അപ്പൊ യാക്കോബിന്റെ പാലായനത്തെ കുറിച്ചാണ് ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം വിവരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം തന്ത്രപരമായി ഏശാവിന്റെ ജ്യേഷ്ഠാവകാശവും അപ്പന്റെ അനുഗ്രഹവും കരസ്ഥമാക്കിയ യാക്കോബിനെ തുടർന്ന് തന്റെ വീട്ടിൽ താമസിക്കുവാൻ സാധിച്ചില്ല. പ്രൈസലോ. ഏശാവിന്റെ കോപത്തിന് പാതിപൂർത്തനായ യാക്കോബ് പ്രാണരക്ഷാർത്ഥം ഹാരാനിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു. പ്രൈസലോ. അപ്പോൾ ഈ പ്രാണരക്ഷാർത്ഥം ഹാരാനിലേക്ക് ഓടിപ്പോകേണ്ടി വന്ന യാക്കോബ് താൻ ഓടിപ്പോകുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിച്ചില്ല. പ്രൈസലോ. അല്ലെങ്കിൽ എങ്കിലും ദൈവം അവനെ അന്വേഷിച്ച് അല്ലെങ്കിൽ ചെല്ലുകയാണ്. ദൈവം അവനെ അന്വേഷിച്ച് ചെല്ലുകയാണ്. അപ്പൊ ഈ യാക്കോബിന്റെ ഉപായങ്ങളോ കപടതന്ത്രങ്ങളോ ഒന്നും ദൈവം കണക്കാക്കാതെ വാഗ്ദാനങ്ങളുമായിട്ടാണ് ദൈവം ചെല്ലുന്നത്. അതാണ് നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ യേശാവിന്റെ ജ്യേഷ്ഠാവകാശം അപ്പന്റെ അനുഗ്രഹം തട്ടിയെടുത്ത് ഭവനത്തിൽ താമസിക്കാൻ കഴിയാതെ യേശാവിന്റെ കോപമുഖാതെ പ്രാണരക്ഷാർത്ഥ ഹാരാനിലേക്ക് ഓടിപ്പോയ ഈ യാക്കോബിനെ അല്ലെങ്കിൽ ദൈവം പിന്തുടർന്ന് സന്ദർശിക്കുക. യാക്കോബ് ദൈവത്തെ അന്വേഷിച്ചിട്ട് ദൈവം യാക്കോബിനെ അന്വേഷിക്കുന്നു. എന്നിട്ട് അനുഭവത്തി വാഗ്ദാനങ്ങളുമായിട്ടാണ് ദൈവം യാക്കോബിന്റെ അരികിലേക്ക് എത്തുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ എന്നിട്ട് വായിക്കുമ്പോൾ കാണുന്നത്, രക്ഷയുടെ അവകാശി എന്ന നിലയിൽ ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിക്കുകയും ദൈവസാന്നിധ്യം യാക്കോബ് അനുഭവിക്കുകയും ചെയ്യുന്നത് ആ ഭാഗത്ത് കാണാൻ കഴിയും. ബെഥേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ ഭവനം എന്നാണ്. യാക്കോബിന് ദൈവം അവിടെ വെച്ച് പ്രത്യക്ഷനായതിൽ പിൽക്കാലത്ത് ബെഥേൽ വേദപുസ്തകത്തിലെ ഒരു പ്രധാന പട്ടണമായി മാറിയെന്ന് ഹല്ലേലൂയ കാണാൻ കഴിയും. ബേർശേബിൽ നിന്നും ഹാരാനിലേക്ക് ഏകദേശം 400 മൈൽ ദൂരമുണ്ടായിരുന്നു. അത്രയും ദൂരം കാൽനടയായി യാത്ര ചെയ്യുന്നതിന് ഏകദേശം 20 ദിവസം വേണ്ടിവരുമായിരുന്നു. ഹല്ലേലൂയ. അത്രയും കഷ്ടതയുടെ അനുഭവത്തിലൂടെയാണ് യാക്കോബ് കടന്നുപോയെങ്കിലും ദൈവത്തെ താൻ അന്വേഷിച്ചില്ലെങ്കിലും യേശാവിന്റെ ജ്യേഷ്ഠാവകാശം അപ്പന്റെ അനുഗ്രഹമൊക്കെ പിടിച്ചു വാങ്ങി പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകുന്നവരാണെങ്കിലും ഈ യാക്കോബിന്റെ പേരിലുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ, ദൈവനിയോഗം, ദൈവിക നിശ്ചയം, യാക്കോബിനുള്ള അരുളപ്പാടുകൾക്ക്, വാഗ്ദാനങ്ങൾക്കൊന്നും മാറ്റം വരുത്താതെ യാക്കോബിലൂടെ തന്നെ ദൈവം നിർവഹിക്കാൻ ആഗ്രഹിക്കുക, വ്യക്തം ചെയ്യും. അത് തന്നെയല്ലേ നമ്മുടെ ദൈവം. അത് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിനക്കൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ, നിന്റെ മേൽ ദൈവിക അരുളപ്പാട്, ദൈവ നിയോഗം, ദർശനം, വെളിപ്പാട് ദൈവം നിനക്ക് സ്വപ്നങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റാരുടെ അല്ല ദൈവം നിവർത്തിക്കുന്നത്. ദൈവം നിന്നിലൂടെ തന്നെ വെളിപ്പെടുത്തും. നീ ദൈവത്തെ അന്വേഷിക്കാതെ, ദൈവത്തെ കൂട്ടാക്കാതെ യാക്കോബ് ഓടിപ്പോയതുപോലെ നീ ഓടിപ്പോയാലും വാഗ്ദാനങ്ങളുമായി നിന്റെ പിന്നാലെ വരുന്നവനാ ദൈവം, വ്യക്തം ചെയ്യും. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അങ്ങനെ ഓടിപ്പോയ പോക്കിൽ യാക്കോബ് കണ്ട ദർശനത്തിലാണ് യാക്കോബ് ഉറക്കമുണർന്നു. ഹല്ലേലൂയ.
യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനും അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഹല്ലേലൂയ! ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. ഇത് സ്വർഗത്തിന്റെ വാതിൽ. എന്നെ തിരിച്ചറിവല്ലേ പ്രേക്ഷകരോ? പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയവനാണെങ്കിലും അവനെ ഉറക്കത്തിൽ നിന്ന് അവൻ ഉണർത്തി. ആ സ്ഥലം ദൈവത്തിന്റെ ആലയമുള്ള സ്ഥലമാണ്. അത് ഭയങ്കരമാണത്. സ്വർഗത്തിന്റെ വാതിലാണെന്ന് തിരിച്ചറിയത്തക്കവണ്ണം ഹല്ലേലൂയ യാക്കോബിന്റെ ഹൃദയത്തെ അധികം തൊട്ടെന്നുള്ളതാണ് രക്തനിശ്ചയം. പ്രേക്ഷകരോ, ഇന്നത്തെ പല വിശ്വാസികൾക്കും ദൈവത്തിന്റെ ആലയം ഏതാന്ന് പോലും അറിയത്തില്ല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. എന്നോട് സംസാരിക്കുന്ന പലരോടും ഞാനിത് പറയാറുണ്ട്. പലരും എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. എവിടെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്, എവിടെയാണ് നമ്മുടെ ആലയം എന്നൊക്കെയുള്ള ചിന്താഗതികൾക്കകത്ത് സംശയം. എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, 4 ചുമരുകൾക്കകത്ത് ഒതുങ്ങുന്നവനല്ല ദൈവം. 4 ചുമരുകൾക്കുള്ളിൽ വസിക്കുന്നവനല്ല ദൈവം. മനുഷ്യന്റെ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ ദൈവം വാസം ചെയ്യുന്നില്ല എന്ന് അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. മനുഷ്യന്റെ കൈപ്പണിയായ അനുഭവ കെട്ടിടങ്ങളുടെ കണ്ട്, പക്ഷെ അവിടെ ഒന്നും ദൈവം വാസം ചെയ്യുന്നില്ല. ദൈവത്തിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ്, അതിനെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട്, അതിനെക്കുറിച്ചൊരു ദർശനം നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഉദിക്കണം. രക്തനിശ്ചയം. ഹല്ലേലൂയ! യാക്കോബിനെ പോലെ നമുക്കൊരു നല്ല സ്വപ്നത്തിനുടമയായി മാറണം. ഹല്ലേലൂയ! അപ്പൊ യാക്കോബ് പ്രാണരക്ഷാർത്ഥം ഭവനത്തിൽ നിന്ന് ഓടിപ്പോവുകയാണ്. കാരണം ഭവനത്തിൽ നിന്നാൽ ഏശാവ് ഇതിനെ തകർത്ത് കളയുമെന്നുള്ള ചിന്ത. അമ്മയുടെ ഉപദേശപ്രകാരം അമ്മയുടെ സഹോദരന്റെ വീട്ടിലേക്ക് ഓടിപ്പോവുകയാണ്. ഹല്ലേലൂയ! ഒരു ജീവിതം എന്ന് പറയുന്നത് ദൂരയാത്രയാണ്. ജീവിതം എന്ന് പറയുന്നത് യാക്കോബിന് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും ഒരു ദൂരയാത്രയാണ്. ഹല്ലേലൂയ! ജീവിതം എന്ന് പറയുന്നത് ഒരു ഓട്ടക്കളമാണ്. രക്തനിശ്ചയം. രണ്ടാമത് ഒരു ഓട്ടക്കളമാണ്. എത്രയോടിയാലും തീരാത്തതാണ് ജീവിതം എന്ന് പറയുന്നത്. മനുഷ്യൻ എല്ലാ ദിവസവും ഓട്ടമാണ്. ഓടിത്തീർന്നിട്ട് അവനൊന്ന് വിശ്രമിക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം ഭയങ്കരമായ ഓട്ടക്കളമാണ് അല്ലിയ ജീവിതം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, ജീവിതം എന്ന് പറയുന്ന ഒരു വലിയൊരു പോർക്കളമാണ്. സ്തോത്രം. യുദ്ധതന്ത്രങ്ങൾ അല്ലിയ നമുക്കെതിരെ സാത്താൻ മെനയുമ്പോൾ ആ യുദ്ധതന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ ഒരു പോർക്കളത്തിൽ, ഒരു പോരാട്ടത്തിൽ ഒരു വിശ്വാസി എപ്രകാരം നിൽക്കണമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കും. അപ്പം ജീവിതം എന്നൊരു പോർക്കളമാണ്. കാരണം ഈ പോർക്കളത്തിൽ വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്. ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയുണ്ട്, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളുണ്ട്. ഹല്ലേലൂയ! ഇവരിൽ ഈ 4 ശക്തികളും പ്രവർത്തിക്കുന്നത് മനുഷ്യനിലൂടെയാണ്. ഹല്ലേലൂയ! അപ്പൊ ഈ ഭൂമി ഞാനും നിങ്ങൾ ജീവിക്കണമെങ്കിൽ ജീവിതമാകുന്ന പോർക്കളത്തിൽ ഒരു പോരാളിയെ പോലെ നിൽക്കണം നിങ്ങൾ. ഹല്ലേലൂയ! അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 6:10, 11, 12 പറയുന്നത്, ഒടുവിൽ കർത്താവിലും അതിന്റെ അമിത ബലത്തിന് ശക്തിപ്പിടിവിൻ. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും. പക്ഷെ നമുക്ക് പോരാട്ടം ജഡരക്തങ്ങളോട് അല്ലെങ്കിലും ഈ സാത്താൻ പ്രവർത്തിക്കുന്ന ജഡരക്തങ്ങളിലൂടെയാണ്. ഹല്ലേലൂയ! അപ്പൊ നമ്മൾ അതിനെതിരെ ശക്തമായി പോർക്കളത്തിൽ പോരാടണം. ഹല്ലേലൂയ! അപ്പം 4-ാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്തോത്രം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു മരുഭൂമിയാണ്. ജീവിതം എന്ന് പറയുന്നത് ഒരു മരുഭൂമിയാണ്. ഹല്ലേലൂയ! വളരെ ശൂന്യതയുടെ അനുഭവത്തിലേക്ക് വന്നേക്കാം. നിർജ്ജനമായ വെള്ളമില്ലാത്ത, വറ്റി ഉണങ്ങി വരണ്ട് കിടക്കുന്ന മരുഭൂമിയുടെ അനുഭവം പോലെ. ഹല്ലേലൂയ! വെള്ളമില്ലാതെ വെള്ളത്തിനായി ദാഹിക്കുന്ന വേഴാമ്പലിനെ പോലെ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ നീ കടന്നു പോകണം. ഹല്ലേലൂയ! സ്തോത്രം. 5-ാമത്തെ കാര്യം എന്താണ്? ജീവിതം എന്ന് പറയുന്നത് പ്രവാസമാണ്. ഹല്ലേലൂയ! നമ്മുടെ ആളുകൾ, അനവധി ആളുകൾ ഹല്ലേലൂയ സ്തോത്രം, വിദേശ രാജ്യത്ത് ജോലി അന്വേഷിച്ചു പോകുന്നു, കുടുംബം പോറ്റാൻ വേണ്ടി പ്രവാസികളായി കഴിയുന്നു എന്ന് പറഞ്ഞ ജീവിത പ്രവാസമാണ്. സ്തോത്രം. യാക്കോബ് തന്റെ സ്വന്തം ഭവനം വിട്ട് ഹാരാനിലേക്ക് ഓടിപ്പോകുന്ന ഒരു പ്രവാസ ജീവിതമാണ്. ഹല്ലേലൂയ! രക്തനിശ്ചയം. പ്രവാസത്തിലായിരിക്കുന്ന നമ്മുടെ ആളുകൾ വളരെ കഠിനാധ്വാനം ചെയ്യുന്ന പോലെ യാക്കോബ് ലാബാന്റെ വീട്ടിലെത്തി പ്രവാസിയായിട്ട് വേണമുള്ളത് പറഞ്ഞാൽ 20 വർഷമാണ് ലാബാനെ സേവിച്ചത്. അതിനുള്ള ഗുണം അവന് കിട്ടുകയും ചെയ്തു കേട്ടോ. ഹല്ലേലൂയ! പ്രവാസിയാണെങ്കിലും അതിനുള്ള ഗുണം ഈ യാക്കോബ് കണ്ടെത്തി. അത് നമ്മുടെ ജീവിതം ഒരു പ്രവാസമാണ്. ഹല്ലേലൂയ!
ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ജീവിതം എന്ന് പറയുന്ന കഷ്ടത കൊണ്ട് നിറഞ്ഞതാണ്. ഒരുപാട് കഷ്ടതകളെ നാം അതിജീവിക്കേണ്ടത് ജീവിതം എന്ന് പറയുന്നത്. കഷ്ടതയിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുള്ളൂ. രക്തം ചെയ്യാം. കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ദൈവത്തെ അറിയാൻ പറ്റത്തില്ല. സുഖലോലുപ ജീവിതത്തിലൂടെ നാം ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ, സുഖലോലുപ ജീവിതത്തിലൂടെ നാം ഇവിടെ ആറാടി പുളച്ചു മതിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ അറിയാതെ പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവം കഷ്ടത എന്നൊരു വരം വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം ജീവിതം എന്ന് പറയുന്നത് കഷ്ടതയാ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം ജീവിതം എന്ന് പറഞ്ഞ് നിന്ദകളാൽ നിറയപ്പെട്ടതായി. ഏഴാമത്തെ ഒന്ന് ദൂരയാത്ര, ഓട്ടം, പോർക്കളം, മരുഭൂമി, പ്രവാസം, കഷ്ടത, നിന്ന. ഏഴാമത്തെ കാര്യം ജീവിതം എന്ന് പറഞ്ഞ നിന്ദകൾ കൊണ്ട് നിറയപ്പെട്ടതാണ്. ഹല്ലേലൂയ. ഭവനത്തിനകത്ത് നിനക്ക് നിന്ന കടന്നു വരാം, സഭയ്ക്കകത്ത് നിന്ന് കടന്നു വരാം, സമൂഹത്തിൽ ജോലി മേഖലയിൽ നിന്ന് കടന്നു വരാം. സഹോദരന്മാർ നിന്നെ നിന്ദിച്ചേക്കാം. യോസേപ്പിന്റെ സഹോദരന്മാർ യോസേപ്പിനെ ഒന്നടങ്കം എല്ലാവരും കൂടെ നിന്ദിച്ചതുപോലെ നിനക്ക് ഒരുപാട് നിന്ദകൾ കടന്നു വന്നേക്കാം. നിന്നെ എല്ലാവരോടും കൂടി ഒറ്റപ്പെടുത്തിയേക്കാം. ഹല്ലേലൂയ. അവസാന നിന്ദകളുടെ ആ നിന്ദകളുടെ അനുഭവത്തിൽ നിന്റെ ഹൃദയം കലങ്ങിപ്പോയേക്കാം. രക്തജയം. അങ്ങനെ നിന്ദകൾ കടന്നു വരുമ്പോൾ, നിന്റെ ഹൃദയം കലങ്ങുമ്പോൾ, യേശു ശിഷ്യന്മാരോട് പറഞ്ഞ വചനം ഓർക്കണം. യോഹന്നാൻ 14 നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അപ്പം ജീവിതം എന്ന് പറയുന്നത് നിന്ദകൾ കൊണ്ട് നിറയപ്പെട്ടതാണ്. ഹല്ലേലൂയ. എട്ടാമത്തെ കാര്യം ജീവിതം എന്ന് പറയുന്നത് പരിഹാസത്താൽ നിറയപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ജീവിതം എന്നത് പരിഹാസം. ഒരുപാട് പരിഹാസികൾ നിന്നെ നോക്കി പരിഹസിക്കുന്നുണ്ട്. നിന്റെ നന്മ കാണുമ്പോൾ, നിന്റെ ഉയർച്ച കാണുമ്പോൾ, നിന്റെ ജോലി കാണുമ്പോൾ, നിന്റെ വസ്ത്രധാരണം കാണുമ്പോൾ, നിന്റെ മക്കൾ ഭാവി കാണുമ്പോൾ, നിന്റെ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ, നിനക്ക് നല്ല ജോലി കിട്ടുമ്പോൾ, നീ ഉയർച്ചയിലെത്തുമ്പോൾ നിന്നെ പരിഹസിക്കുവാൻ ഒരുപാട് ആളുകൾ കാണും. നിനക്ക് താഴ്ച വരുമ്പോൾ, നിനക്ക് വീഴ്ച വരുമ്പോൾ ഒക്കെ പരിഹാസികളുണ്ടാകും. അപ്പം ജീവിതം എന്ന് പറയുന്നത് ഒരു പരിഹാസത്താൽ നിറയപ്പെട്ടതാണ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ജീവിതം എന്ന് പറയുന്നത് സമാധാനം കൊണ്ട് നിറയപ്പെട്ടതാണ്. ഹല്ലേലൂയ. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടായിരിക്കണം. ഈ സമാധാനം നമുക്കുണ്ടാകണമെങ്കിൽ, ഹല്ലേലൂയ, ഈ യാക്കോബ് ദർശനം കണ്ടതുപോലെ, സ്വപ്നം കണ്ടതുപോലെ ദൈവത്തിന്റെ ആലയത്തെ കുറിച്ച് നമുക്കൊരു സ്വപ്നം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. യാക്കോബ് ആശ്ചര്യമായിട്ടാണ് ഈ സ്ഥലം, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിന്റെ വാതിൽ എന്ന് പറയുമ്പോൾ, പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ആശ്ചര്യമായൊരു ദൈവാലയത്തിനല്ല ഇവിടെ പ്രാധാന്യം. പിന്നെയോ യാക്കോബ് പറഞ്ഞ ആലയം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളുമാണ്. ദൈവത്തിന്റെ ആലയം ആരാണ്? നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ആദ്യം പറഞ്ഞു, ആലയം ഏതാണെന്ന് ഇന്ന് വിശ്വാസികൾക്ക് പോലും അറിയത്തില്ലെന്ന് പറഞ്ഞത്. അപ്പം ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് പുതിയ നിയമസഭയും ഞാനും നിങ്ങളുമാണ്. ഈ ദൈവത്തിന്റെ ആലയമായിട്ട് എന്നും നിന്റെ ശരീരത്തെ, നിന്റെ ജീവിതത്തെ നീ ഏൽപ്പിച്ചു കൊടുക്കുന്നു, അന്ന് നിനക്കെല്ലാ പ്രതികൂലങ്ങളെ ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം ജീവിതം എന്നൊരു ദൂരയാത്രയാണ്. ഹല്ലേലൂയ. അപ്പൊ യുവാവായ യാക്കോബ് തന്റെ അമ്മയുടെ ആലോചന പ്രകാരം ബേർശേബയിൽ നിന്ന് ഏകദേശം 500 മൈലുകൾക്കപ്പുറമുള്ള പദനരാമിലേക്ക് യാത്ര പുറപ്പെട്ടു. ആ യാത്രയ്ക്ക് തുണയായി അവൻ എടുത്ത ഒരേ ഒരു വടി മാത്രമായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ എവിടുന്നാണ്? എൻ്റെ ബേർശേബയിൽ നിന്ന് അവൻ യാത്ര പുറപ്പെടുന്നത് എങ്ങോട്ടാണ്? അല്ലെങ്കിൽ പദനരാമിലേക്ക്. ഏകദേശം 500 കിലോമീറ്റർ ഉണ്ട്. ഈ 500 കിലോമീറ്റർ നടക്കുവാൻ തന്റെ കയ്യിൽ ആകെയുള്ളത്, യാക്കോബിന്റെ കയ്യിൽ ആകെയുള്ളൊരു വടി മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വടിയോട് കൂടിയാണ് അല്ലെങ്കിൽ ഒരു യോർദാൻ വരെ കടക്കുന്നത്. അല്ലെങ്കിൽ അത് യാക്കോബ് പറഞ്ഞത്, ഞാൻ ഒരു വടിയോട് കൂടി മാത്രമാണ് യോർദാൻ കടന്നത്, ഇപ്പോൾ ഞാൻ 2 കൂട്ടമായി മാറുന്നു. കണ്ടോ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് എത്ര നമ്മെ സാന്നിധ്യം ഉണ്ടെന്ന്. ഹല്ലേലൂയ. ഒരു വടിയോടുകൂടി മാത്രം പുറപ്പെട്ടവൻ ഏകദേശം 75 മൈൽ കടന്നപ്പോൾ ക്ഷീണിച്ചവശനായി. ഹല്ലേലൂയ. അവൻ വലിയ തലയണയായി ഒരു കല്ലെടുത്ത് വെച്ച് കിടന്നുറങ്ങി. ഭാവിയെക്കുറിച്ചുള്ള ഭയം അവനെ ആക്രമിച്ചുകൊണ്ടിരുന്നു. 75 കിലോമീറ്റർ നടന്നപ്പോൾ എന്ത് ചെയ്തു? യാക്കോബ് ക്ഷീണിച്ചു. അവന് അവിടെ ഒരു കല്ലെടുത്ത് വെച്ച് തലയണയായി വെച്ച് കിടന്നുറങ്ങി. ആ ഉറക്കത്തിൽ അവന്റെ ഭാവിയെക്കുറിച്ച് അവന്റെ ഹൃദയത്തിൽ വളരെ ആക്രമിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ യാക്കോബ്, ഹല്ലേലൂയ, അവനൊരു സ്വപ്നം കണ്ടു.
വേദപുസ്തകത്തിൽ മൊത്തം 34 സ്വപ്നങ്ങളെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആമീൻ. അത് വളരെ മൂല്യമായ സ്വപ്നങ്ങളാണ്. ഹല്ലേലൂയ. വേദത്തിലെ സ്വപ്നങ്ങളൊക്കെ വളരെ മൂല്യമേറിയതാണ്. യോസേപ്പിന്റെ സ്വപ്നം തൊട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കണം, മൂല്യമേറി. നമ്മളൊക്കെ കാണുന്ന പോലുള്ള സ്വപ്നമല്ല, ഭയപ്പെടുത്തുന്ന വിചിത്രമായ സ്വപ്നങ്ങളൊന്നുമല്ല. മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, ചെടിക സുഖങ്ങൾ, വശീകരണങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട് നമ്മൾ. പക്ഷെ അങ്ങനത്തെ സ്വപ്നമല്ല വേദപുസ്തകം പറയുന്നത്. വേദപുസ്തകത്തിലെ സ്വപ്നങ്ങളെല്ലാം വളരെ മൂല്യമുള്ളതാണ്. ഹല്ലേലൂയ. അപ്പം യാക്കോബ് ഒരു സ്വപ്നം കണ്ടു. ഹല്ലേലൂയ. അവൻ കണ്ട കോവേണിയുടെ മുകളിൽ യഹോവ നിന്ന് യാക്കോബിനെ ദൃഢപ്പെടുത്തി. ഹല്ലേലൂയ. യാക്കോബ് കണ്ട ഗോവേണിയുടെ ആകാശത്തോടെ മുട്ടി നിൽക്കുന്ന ഭാഗത്ത് നിന്നുകൊണ്ട് യഹോവ അവനെ ദൃഢപ്പെടുത്തി. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ പറഞ്ഞു, ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഗോവേണിയുടെ ഭൂമിയിലെ ഭാഗം മനുഷ്യപുത്രനെയും ഗോവേണിന്റെ സ്വർഗത്തിൽ മുട്ടിരിക്കുന്ന ദൈവപുത്രനെയും ആണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ നമ്മൾ ചിന്തിക്കും, ഗോവേണിയുടെ മുകൾ ഭാഗത്ത് ഒന്നുകൊണ്ട് യഹോവയായി ദൈവം അല്ലെങ്കിൽ യാക്കോബിനെ ദൃഢപ്പെടുത്തുക, ധൈര്യപ്പെടുത്തുക. എന്തിനാ? യാക്കോബിനെ ഭയപ്പെടേണ്ട, നിന്നോടുകൂടെ ഞാനുണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ 28-ാം അധ്യായം, ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ 13, 14, 15 വാക്യം വായിക്കുമ്പോൾ അവർ കാണുന്നുണ്ട്. സ്തോത്രം. അതിൻമീതെ യഹോവ ഒരു അരുളി ചെയ്തത്. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെയാണ്, 12 തൊട്ട് വായിച്ച് നമുക്ക് മനസ്സിലാകും. അവൻ ഒരു സ്വപ്നം കണ്ടു. ഇതാ, ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു ഗോവേണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിൽ കൂടി കയറി ഇറങ്ങുകയായിരുന്നു. അതിൻമീതെ യഹോവ നിന്ന്. കണ്ടോ? അപ്പം ആ ഗോവേണിയുടെ മീതെ ആരുണ്ട്? യഹോവയുണ്ട്. അതിൻമീതെ യഹോവ നിന്ന് അരുളിച്ചത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. ഹല്ലേലൂയ. വലിയൊരു വാഗ്ദത്തം കൊടുക്കുക. ഗോവേണിയുടെ ഹല്ലേലൂയ, സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. മുകളിൽ നിന്നുകൊണ്ട് യഹോവയായ ദൈവം യാക്കോബിനൊരു ദർശനം. നമ്മൾ യാക്കോബിനെ ഉപായിന്നും ചതിയനെന്നും ജ്യേഷ്ഠന്റെ അലിയ അവകാശം പിടിച്ചിരുന്ന അപ്പന്റെ അനുഗ്രഹം തട്ടിയിടുന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും യാക്കോബ് ദൈവത്തെ മറന്നുപോയി ഓടിപ്പോയെങ്കിലും അമ്മയുടെ ആലോചനയാണ് സംഭവിച്ചതെങ്കിലും ഒക്കെ ദൈവം അവനെ വഴിയിൽ തടഞ്ഞു. ഹല്ലേലൂയ. വഴിയിൽ തടഞ്ഞവൻ ക്ഷീണിക്കത്തക്കതില്ല. അവന്റെ ഒരു സ്ഥലത്ത് അവൻ കിടന്നുറങ്ങണം. എന്തിനാണ് ദൈവം ചെയ്തത്? അവൻ 75 കിലോമീറ്റർ 75 മൈൽ നടന്നു കഴിഞ്ഞപ്പം വീണ്ടും നടക്കുവാൻ കാലുകൾക്ക് പേശികൾക്ക് ബലമുണ്ടായാൽ അവൻ നടന്നുകൊണ്ടേയിരിക്കും. അവൻ എത്രയും പെട്ടെന്ന് സ്തോത്രം അരാമിലേക്ക് ചേരണം. അതിനിടയിൽ ദൈവത്തെ അറിയാൻ വേണ്ടിയിട്ടാണ് അവന്റെ കാലുകൾക്ക്, ശരീരത്തിന്, മനസ്സിനും ശരീരത്തിനും ഹൃദയത്തിനും ദൈവം ക്ഷീണം കൊടുത്തിട്ട് ഹല്ലേലൂയ അവൻ അവിടെ കിടന്നുറങ്ങുവാൻ ദൈവം അവസരം കൊടുത്ത ഈ സ്വപ്നം അവന് വെളിപ്പെടുത്തണമായിരുന്നു. അവന്റെ ഇവിടെ വാഗ്ദത്വം ദൈവത്തിന് അറിയിക്കണമായിരുന്നു. സ്തോത്രം. അങ്ങനെ ദൈവം അവന് വാഗ്ദത്വം കൊടുത്തു. ഹല്ലേലൂയ. ഈ വാഗ്ദത്ത ഭൂമി ഞാൻ നിനക്ക് തരും. 28-13. ഈ വാഗ്ദത്ത ഭൂമി ഞാൻ നിനക്ക് തരുമെന്ന് യഹോവയായ ദൈവം യാക്കോബിനോട് പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന മാതാവേ, ഈ വാഗ്ദത്ത ഭൂമി ദൈവം നിനക്ക് തരും. നീ താമസിക്കുന്ന ഭൂമി വാഗ്ദത്ത ഭൂമിയാ. ലോകത്തിന്റെ ഏത് ഭാഗത്താണ് നീ ജീവിക്കുന്നോ ആ ജീവിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാഗ്ദത്ത ഭൂമിയാണ്. ആ വാഗ്ദത്ത ഭൂമിയെ യാക്കോബിനോട് ദൈവം തരുമെന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ഈ വാഗ്ദത്ത ഭൂമി ഞാൻ നിനക്ക് തരും. പ്രൈസലോ. വിശ്വസിക്കാൻ കഴിയുമോ? നമുക്കറിയാം, നമ്മുടെ അനുഭവി ദൈവമക്കൾ കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്നൊക്കെ വിദേശ രാജ്യങ്ങൾക്ക് കടന്നുപോയി അവിടെ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടി, ഫ്ലാറ്റുകൾ പണിത്, അപ്പാർട്ട്മെന്റിൽ പണിത് വാടകയ്ക്ക് കൊടുക്കുന്നു. വിദേശ രാജ്യത്തെ സ്ഥലങ്ങൾ വാങ്ങി ബിസിനസ്സുകൾ നടത്തും. വിദേശ രാജ്യത്തെ സ്ഥലങ്ങൾ വാങ്ങി കൃഷി നടത്തുന്നു. ഹല്ലേലൂയ. അപ്പൊ യാക്കോബിനോട് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വാഗ്ദത്ത ഭൂമിയാന്ന് പറഞ്ഞ പോലെ നമ്മുടെ ദൈവമക്കൾ വിദേശ രാജ്യങ്ങൾക്കകത്ത് ചെന്നിട്ട് അവിടെ സ്ഥലം വാങ്ങി സ്വന്തം നാട്ടിൽ എന്ന് പറഞ്ഞതുപോലെ ജീവിക്കുന്നു. അതുകൊണ്ട് ആ വചനം എത്ര യാഥാർത്ഥ്യമാർത്ത, ഈ സ്ഥലം ഞാൻ നിനക്ക് തരും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം അങ്ങനെ തന്നെ ചെയ്യാൻ കേൾക്കുന്ന മാതാവേ, നിനക്ക് കയറി കിടക്കുവാൻ ഒരു തുണ്ട് ഭൂമിയില്ല. തലചായിപ്പൻ ഇടമില്ലൊരു ചെറിയൊരു വീട് വെക്കാൻ നിനക്ക് അവസരമില്ല. കാല് കുത്താൻ പോലും നിനക്ക് സ്ഥലമില്ലാത്ത വ്യക്തിയാണെങ്കിൽ നീ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഈ വാഗ്ദത്ത ഭൂമി ഞാൻ നിനക്ക് തരുമെന്ന് യാക്കോബിനോട് പറഞ്ഞ എന്റെ
ഭക്തന്മാർക്ക് അത് കൊടുത്തവനാ. ഇന്ന് എന്റെ കൺമുമ്പിൽ എനിക്ക് ചുറ്റും അനപ്പോത്ത ആളുകൾ മറ്റ് രാജ്യങ്ങളിൽ കടന്നുപോയി ദൈവത്തിന്റെ വാഗ്ദത്തം അനുസരിച്ച് ജീവിച്ച് ഭൂമി സ്വന്തമാക്കിയതുപോലെ എനിക്കൊരു വീട് പണിയുവാൻ, എനിക്കൊന്ന് തലചായിപ്പാൻ, എനിക്കൊന്ന് അന്തി ഉറങ്ങുവാൻ, എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും ജീവിക്കുവാൻ, ഞാൻ ഈ താമസിക്കുന്ന ഈ ദേശം അത് വാഗ്ദത്ത ഭൂമിയാ കർത്താവ്, അത് എനിക്ക് തരുമെന്ന് യാക്കോബിനോട് പറഞ്ഞല്ലോ, അതെനിക്ക് തരണമേ എന്ന് പറഞ്ഞ് നീ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഈശ്വരോട് അല്ലേലിയ. ഞാനങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ച് ഭൂമി ഇല്ലാത്തൊരു മനുഷ്യനാ. അല്ലേലിയ. അപ്പൊ നിങ്ങൾ കുടുംബവീതമൊക്കെ തന്നത് അവർ പ്രശ്നമുണ്ടാക്കി അവരുടെ കൈവശം തന്നെയാണ്. ഭാര്യ വീട്ടിലെ സമ്പത്ത് ഭാര്യ മരിച്ചതോടുകൂടി അവർ കൈവശമാക്കി. ഞാൻ ആരോടും പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനതെല്ലാം ഉപേക്ഷിച്ച് എന്നിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ ദൈവം യാക്കോബിനോട് സംസാരിച്ചല്ലോ, ഈ ദേശമല്ല ഈ വാഗ്ദത്തവും ഞാൻ നിനക്ക് തരുമെന്ന്. ലോകം അവരുടെതെല്ലാം പിടിച്ചു വെച്ചാലും എന്റെ ദൈവം എനിക്കൊരു ഭൂമി തരും. എനിക്ക് കയറി കിടക്കുവാൻ ഒരു തുണ്ട് ഭൂമി ആവശ്യമാണ്, ഒരു വീട് പണിയാൻ ഒരു ഭൂമി ആവശ്യമാണ്, എനിക്ക് അന്തി ഉറങ്ങുവാൻ, എനിക്കും എന്റെ കുട്ടിക്കും അന്തി ഉറങ്ങുവാൻ ഒരു ഭൂമിയും ഒരു സ്ഥലവും ആവശ്യമാണ്, അത് അങ്ങ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ. അല്ലേരിയ. നമ്മൾ ലജ്ജ കൂടാതെ പോകണം. നമ്മുടെ അവസ്ഥയൊക്കെ നമ്മൾ ദൈവത്തോട് പറയണം. അല്ലേരിയ. അത് നമ്മുടെ ദൈവം നല്ലവനാണ്. ഞാൻ കർത്താവിനെ വളരെ ഇഷ്ടപ്പെടുകയാണ്, സ്നേഹിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് എൻ്റെ സ്നേഹം കർത്താവിന് കൊടുക്കുന്നത് പറയാൻ പറ്റില്ല. കാരണം മരണകരമായ മുറിവേറ്റ് പോയ സാഹചര്യങ്ങൾ, മരണകരമായ മുറിവേറ്റ് കിടന്ന സന്ദർഭങ്ങൾ, മരണം എൻ്റെ മുമ്പിൽ വന്ന സമയങ്ങൾ, അപകടങ്ങൾ, കെടികൾ എനിക്ക് മുമ്പിൽ ശത്രു ഒരുക്കിയ അനവധി സന്ദർഭ സാഹചര്യങ്ങളുണ്ട്. മരണത്തെയും പലപ്പോഴും മുഖാമുഖം കണ്ടിട്ടുണ്ട്. അല്ലേരിയ. വലിയ സ്തോത്രം. അങ്ങനെയുള്ള സാഹചര്യം ദൈവനെ വിടുവിച്ചു കൊണ്ടുവന്ന യാക്കോബിനോട് ദൈവം പറഞ്ഞതുപോലെ ഈ വാഗ്ദത്ത ഭൂമി ഞാൻ നിനക്ക് തരുമെന്ന് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരും, അതിന്റെ കൈവശം തരും. നിങ്ങൾക്കത് തരും. വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നു. രണ്ടാമത്തെ വാഗ്ദത്തം, നീ പോകുന്നിടത്തൊക്കെ ഞാൻ നിന്നെ കാക്കുമെന്ന് 28-ാം അധ്യായം 15-ാമത്തെ വാക്യം പറയുകയാണ്. അവിടെ ഇങ്ങനെ പറയുന്നു, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് അല്ലേരിയ നിന്നെ കാക്കുമെന്ന്. അപ്പൊ നമ്മൾ പോകുന്നിടത്തൊക്കെയും ദൈവം നമ്മോട് കൂടെയുണ്ട്. ഞാൻ പറയാം, എൻ്റെ സ്വന്തം ദേശമൊക്കെ വിട്ട് എത്രയോ മൈലുകൾക്ക് ഇപ്പുറത്താണ് ഞാൻ വന്ന് എൻ്റെ വേല ചെയ്യുന്നത്. ദൈവമക്കളില്ല, ദൈവദാസന്മാരില്ല, കൂട്ടായ്മയ്ക്ക് ആരുടെ കൂടി വരുവാൻ, മെനറിയ വിശ്വാസികൾ വീട്ടിൽ കടന്നു പോകാൻ ഒന്നും ഇടമില്ല. വിശനമായ ജാതികളാൽ നിറയപ്പെട്ട ആചാരങ്ങൾ കൊണ്ട്, കർമ്മങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ഈ ദേശത്ത് വന്ന് ഞാൻ പാർക്കുമ്പോൾ അല്ലേരി എന്നോട് കർത്താവ് പറഞ്ഞു, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നോട് കൂടെയുണ്ട്. യാക്കോബേ, നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുണ്ടെന്ന് അറിയിച്ചത് ദൈവം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവം പറയാം, നീ പോകുന്നിടത്തൊക്കെയും ദൈവം നിന്നോട് കൂടെയുണ്ട്. രക്തം ചെയ്യും. വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സങ്കടപ്പെട്ട് മനസ്സിന്റെ വേദനയോട് നീ കടന്നു പോവുകയാണോ? അല്ലേരിയ. ജീവിതം എന്ത് ചെയ്യണം, എങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ ജീവിതത്തെ പണിതെടുക്കണമെന്ന് നീ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമായ ദൂത്, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നോട് കൂടെയുണ്ട്. അല്ലേരിയ. മൂന്നാമത്തെ വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ നിന്നെ ഈ രാജ്യത്തേക്ക് മടക്കി വരുത്തും. നിന്നെ രാജ്യത്തേക്ക് മടക്കി വരുത്തുമെന്ന് ഈ പുസ്തകത്തിൽ തന്നെ, ഈ അധ്യായത്തിന്റെ 28-15 അതാണ് നമ്മൾ വായിച്ചത്. ഈ ദേശത്തേക്ക്, ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. അല്ലേരിയ. എന്ന് പറഞ്ഞാൽ നിന്റെ അപ്പന്റെ ദേശം വിട്ട് നീ ഓടി, അല്ലെങ്കിൽ അമ്മയുടെ ഉപദേശം കേട്ട്, അല്ലെങ്കിൽ സ്തോത്രം, അമ്മയുടെ ഉപദേശം ബേർശേബയിൽ നിന്ന് നീ ഏകദേശം 500 മൈലുകൾക്ക് അപ്പുറമുള്ള പദാരാമിലേക്ക് നീ ഓടിപ്പോയാലും നിന്നെ ഞാൻ നിന്റെ ദേശത്തേക്ക്, രാജ്യത്തേക്ക് മടക്കി വരുത്തും. അല്ലേലൂയ. അതെ, എന്നെ കേൾക്കുന്ന മാതാവേ, നമ്മുടെ ദൈവത്തെ വിശ്വസിക്കുക. അല്ലേലൂയ. നാലാമത്തെ വാഗ്ദത്തം എന്ന് പറയുന്നത്, നിന്നോട് ഞാൻ അരുളി ചെയ്തത് നിവർത്തിക്കും. അതും 28-15 കിടപ്പുണ്ട്. അല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുന്നത്, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. അല്ലേലേ. എന്നെ കേൾക്കുന്ന മാതാവ്, പിതാവ്, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ ദാസന്മാർ ദൈവവചന ശുശ്രൂഷയിലൂടെ പ്രവചനത്തിന് ആത്മാവിൽ നിന്നോട് ദൂത് അറിയിച്ചിട്ടുണ്ട്. അല്ലേലൂയ. നിന്നോട് ദൂത് പറഞ്ഞിട്ടുണ്ട്. നിന്റെ തലയിൽ തൊട്ട് നിന്റെ കൈ, നിന്റെ ശരീരത്തോട്ട് ദൂത് പറഞ്ഞിട്ടുണ്ട്. അല്ലേലൂയ. ദൈവം നിന്നോട് ദർശനത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, വെളിപ്പാടിലൂടെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്ക് ദർശനം തന്നിട്ടുണ്ട്, വാചനത്തിലൂടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിൽ നീ കേട്ട ദൂത് ദൈവം നിവർത്തിക്കുമെന്ന്. അല്ലേലൂയ. സ്തോത്രം. സ്തോത്രം.
സ്തോത്രം ഞാൻ അരളിച്ചത് നിന്നോട് അരളിച്ചതെന്ന് വർത്തിക്കും. അത് നിന്നെ കുറിച്ച് ദൈവം അരളിച്ചത് ദൈവം നിവർത്തിക്കുക. അതുകൊണ്ട് വാഗ്ദത്തത്തിനകത്ത് നീ ഉറച്ചു വിശ്വസിക്കണം. വാഗ്ദത്തം നിനക്ക് നിന്റെ മക്കൾക്കും അവകാശമാണ്. വാഗ്ദത്തം നിനക്ക് നിന്റെ സന്തതിക്ക് അവകാശമാണ്. ആ വാഗ്ദത്തം നിറവേറാൻ വേണ്ടി നീ ദൈവത്തിന് ഉറപ്പോടെ നിൽക്കണം, വിശുദ്ധിയോടുകൂടി നിൽക്കണം. ആമീൻ. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തുകൊണ്ട്, ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന കൊടുത്ത്, ദൈവത്തിന് കൊടുക്കേണ്ട സ്തുതികൾ കൊടുത്തുകൊണ്ട്, ദൈവത്തെ തള്ളിക്കളയാതെ, കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ദൈവമായി യഹോവയെ സേവിക്കാതെ, കർത്താവ് നിന്നോട് അരളിച്ച് നിവർത്തിക്കണമെങ്കിൽ നീ വിശുദ്ധിയോടെ ദൈവസഭയ്ക്കകത്ത് നിൽക്കണം. അല്ലേരിയ. ചില ആളുകളൊക്കെ കാര്യം കാണാൻ വേണ്ടി മാത്രം കഴുതക്കാലം പിടിക്കുമെന്ന് ചില പല പഴമക്കാർ പറയുന്ന പോലെ കാര്യം കാണാൻ വേണ്ടി മാത്രം യേശുവിന്റെ അരികിലേക്ക് വരും. നിങ്ങൾ ആ പഴമൊഴി കേട്ടിട്ടില്ലേ? കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കുമെന്ന് അല്ലെങ്കിൽ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടില്ല? ഇതിലൊക്കെ അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. അല്ലേരിയ. അപ്പൊ കാര്യം കാണാൻ വേണ്ടി കഴുതക്കാലം പിടിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ചില മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആവശ്യങ്ങൾക്ക് മാത്രം മതി ദൈവം. ആവശ്യം കഴിഞ്ഞാൽ പിന്നെ അവന് ദൈവവും വേണ്ട, യേശുവും വേണ്ട, സഭയും വേണ്ട, കൂടിയവരും വേണ്ട, ആരാധനയും വേണ്ട, വിശ്വാസം വേണ്ട. അവന് ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ലേരിയ. എന്നാൽ യാക്കോബിനെ കുറിച്ച് അങ്ങനെയല്ല. കാര്യം കാണാൻ വേണ്ടി മാത്രമായിരുന്നില്ല യാക്കോബിന്റെ പദ്ധതികൾ, യാക്കോബിന്റെ മേൽ ആലോചനകൾ. യാക്കോബിനെ കുറിച്ച് ദൈവത്തിന് പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം പറയുകയാണ്, സ്തോത്രം, ഞാൻ അരളിച്ചത് നിന്നോട് ഹല്ലേലൂയ നിവർത്തിക്ക്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അല്ലെ? അടുത്ത് പറഞ്ഞത് എന്താണ്? 5-ാമത്തേതാണ് 31:3 നമ്മൾ വായിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 31:3 വായിക്കും. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അപ്പോൾ യഹോവ യാക്കോബിനോട്, നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോകാൻ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ദൈവത്തോടു കൂടെ നടക്കുന്നവനോട് കൂടെയാണ്, ദൈവത്തോടു കൂടി നടക്കുമ്പോഴാണ് ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവ്, ഈ ലോകത്തെ വിടണം, ലോകമോഹങ്ങളെ വിടണം. ഇവിടുത്തെ ധനത്തെ, ഇവിടുത്തെ സമ്പാദ്യത്തെ, ഇവിടുത്തെ കൂട്ടുകെട്ടുകളെ, ഭൂമിയിലെ നിന്റെ ദൈവത്തെ അറിയാത്ത ബന്ധങ്ങളെ എല്ലാം നീ വിട്ടിട്ട് നീ ദൈവത്തിന് വേണ്ടി നിൽക്കണം. ലേരിയ. വിശ്വാസത്തിന്റെ പേരിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ മാറ്റിക്കളഞ്ഞു. വിശ്വാസത്തിന്റെ പേരിൽ ഞാൻ വിശ്വാസിയെ നിൽക്കാൻ വേണ്ടിയിട്ട്, വിശ്വാസത്തിന്റെ പേരിൽ എല്ലറിയ ഞാൻ പലതും ത്യജിക്കേണ്ടി വന്നു, പലതും ഞാൻ തള്ളിക്കളയേണ്ടി വന്നു, പലതും എനിക്ക് നഷ്ടപ്പെടേണ്ടി വന്നു. എന്തിനാ? എന്റെ കർത്താവിനോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അല്ലേലൂയ. എന്താണ് വാഗ്ദത്തം? അല്ലേലൂയ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന്. ഹല്ലേലൂയ. അത് എന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവം നിന്റെ ദൈവമോ, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം നിന്റെ ദൈവമാവിതിരെ. അതുകൊണ്ട് ദൈവം നിന്നോട് പറയാം, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ പറയാറുണ്ട്, എനിക്ക് ആരുമില്ല എന്നെ സ്നേഹിപ്പാൻ, എന്നെ കരുതുവാൻ, എന്നെ കാക്കുവാൻ, എന്നെ സംരക്ഷിക്കുവാൻ, എന്റെ സങ്കടം കാണുവാൻ, എന്റെ ദുഃഖം കാണുവാൻ, എന്റെ നഷ്ടങ്ങൾ കാണുവാൻ, എന്റെ വേദന കാണുവാൻ, എന്റെ രോഗക്കിടക്കിൽ എന്നെ ആശ്വസിപ്പാൻ, എന്റെ കഷ്ടതയിലേക്ക് കൈത്താങ്ങ് തരുവാൻ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ്, ഒറ്റപ്പെട്ടു പോയെന്ന് നീ പറഞ്ഞ് വിലപിക്കുന്ന അനവധി സന്ദർഭങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? അനവധി സന്ദർഭങ്ങൾ നീ കടന്നു പോകുകയില്ലേ? ഇന്ന് ചിലപ്പോൾ കണ്ണുനീരിന്റെ നടുവിലല്ലേ? രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങാതെ നീ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച സമയങ്ങളില്ലേ? പകലിന്റെ സമയങ്ങൾ നീ കാണി വേദനയുടെ കടന്നുപോയിട്ടില്ലേ? പകൽ ഉറക്കമില്ലാത്ത എത്രയോ ദിനരാത്രങ്ങൾ നിന്നെ കടന്നുപോയി. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുക, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന്. അത് നിന്നെ തളർത്തുവാൻ, ക്ഷീണിപ്പിക്കുവാൻ, ഇല്ലായ്മയുവാൻ, നിന്നെ നശിപ്പിക്കുവാൻ സാത്താൻ പല പദ്ധതിയുമായി കടന്നു വരും. അതിന്റെ നടുവിൽ പിശാചിന്റെ വാക്കുകൾക്ക് നീ ചെവി കൊടുക്കാതെ, ഹല്ലേലൂയ, നീ ദൈവത്തിന് ഉറപ്പിച്ച് നിൽക്കുന്നെങ്കിൽ, ഉറപ്പോടെ നിൽക്കുന്നെങ്കിൽ, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുന്നെങ്കിൽ, നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടിയിരുന്നു കൊണ്ട് നിന്റെ സ്വന്തം രാജ്യത്തേക്ക് മടക്കി വരുത്തി അവൻ നിന്റെ യാത്രയിൽ കൂടിയിരിക്കും. യേശു നിന്റെ യാത്രയിൽ കൂടിയിരിക്കും. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത്, ഞാൻ നിന്നോട് കൂടിയിരിക്കും. ഹല്ലേലൂയ. വീണ്ടും നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ സന്തതിക്ക് ഈ ദേശം ഞാൻ കൊടുക്കും. ഹല്ലേലൂയ, സ്തോത്രം. അല്ലെ നിനക്ക് നന്മ വരുമെന്ന് 32-ാം അധ്യായം 32-ാം അധ്യായത്തില്ല, 32-ാം അധ്യായം അതിന്റെ 9 തൊട്ട് 12 വരെ. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്, എന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും എന്റെ പിതാവ് ഇസഹാക്കിന്റെ ദൈവമായുള്ളവേ, നിന്റെ ദേശത്തേക്ക് നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോകാൻ ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളിച്ചത്. അതെ, ദൈവം യാക്കോബിന് നിനക്ക് നന്മ ചെയ്യുമെന്ന്. ഹല്ലേലൂയ. അത് നിനക്ക് നന്മ ചെയ്യുന്ന ദൈവം.
നാം ദൈവത്തിന് തിന്മ ചെയ്യുന്നവരാ. പലപ്പോഴും നാം ദൈവത്തിന് തിന്മ ചെയ്യുന്നവർ. തിന്മയാണ് മനുഷ്യന്റെ ജീവിതം, തിന്മയാൽ നിറയപ്പെട്ടതാണ്. വീട്ടിനകത്ത് ഭാര്യയോട്, ഭർത്താവോട്, മക്കളോട്, അമ്മായിയമ്മ, മരുമോള്, പരസ്പരം തിന്മയുടെ വശങ്ങൾ, സഹോദരങ്ങൾ, സഹോദര ബന്ധങ്ങൾ, സകലവും തിന്മ. സഭയ്ക്കകത്ത് പോലും തിന്മ പ്രവർത്തിക്കുന്നത് ആയിരക്കണക്കിന് ജനങ്ങളുണ്ട്. നിന്റെ ജീവിതം മുഴുവൻ തിന്മ കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ കർത്താവ് പറയും, ഞാൻ നിനക്ക് നന്മ തരുമെന്ന്. ഹല്ലേലൂയ. അതാണ് യാക്കോബ് പറഞ്ഞത്. ഹല്ലേലൂയ. സ്തോത്രം. നീ നിന്റെ ദേശത്തേക്ക്, നിന്റെ യാത്രയ്ക്ക് അടുക്കലും പോകാൻ, മടങ്ങിപ്പോകാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് നമ്മുടെ ദൈവം നന്മ മാത്രം ചെയ്യുന്നവനാ. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. തിന്മയെ നന്മ കൊണ്ട് ജയിക്കണമെന്ന് റോമാലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അത് നിനക്കൊരാൾ തിന്മ ചെയ്യുമ്പോൾ നീ മറിച്ച് തിന്മ ചെയ്യാതെ തിന്മയ്ക്ക് പകരം നന്മ ചെയ്യണം. അതുകൊണ്ടാണ് യേശുവരെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, യേശു തന്റെ ഗിരിപ്രഭാഷത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് ഇത് പകലെന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ദൈവത്തിന്റെ മക്കളോടാണ്, ദൈവജനത്തോടാണ്, നിന്നോടാണ്, നിന്റെ സന്തതിയോടാണ്, നിന്റെ കുടുംബത്തോടാണ്, തലമുറയോടാണ്. കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി ജീവിതം തകർന്നു എന്ന് പറഞ്ഞ് ആത്മഹത്യയുടെ വക്കിലേക്ക് നിൽക്കുന്ന ശ്രോതാവേ, നീ ആത്മഹത്യ ചെയ്ത ജീവിതത്തെ നഷ്ടപ്പെടുന്ന നിത്യ നരകത്തിലേക്ക് നീ പോകരുത്. ആത്മഹത്യ കൊണ്ട് ജീവിതം ഒടുക്കിക്കളഞ്ഞ നിനക്ക് ഒരു പ്രയോജനമില്ല. ഈ ഭൂമിയിൽ അനുഭവിച്ചതിനേക്കാൾ കൂടി മടങ്ങ് കഷ്ടതയിലേക്ക് നീ കടന്നു പോകാൻ നിന്റെ ജീവിതം നീ ഒടുക്കിക്കളയുന്നുകൊണ്ട്. കാരണം നിന്റെ ജീവിതം ഒടുക്കിക്കളയുന്നതുകൊണ്ട് നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല. ആത്മഹത്യ കൊണ്ട് നിനക്ക് കിട്ടുന്ന തിന്മയാണത്, നരകമാണ്. ആത്മഹത്യയോട് നിനക്ക് കിട്ടുന്നത് നന്മ കിട്ടത്തില്ല, തിന്മയാണ്. നീ ചെയ്യുന്നത് തിന്മയാണ്. ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടിയിരിക്കും, ഞാൻ നിന്നെ സ്വന്തം ദേശത്തേക്ക് രാജ്യത്തേക്ക് മടക്കി വരുത്തി, ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് പറഞ്ഞിട്ടും ആ വചനം കേട്ടിട്ടും വചനം അനുസരിക്കാതെ ഒരു മുഴം കയറിൽ, ഒരു മുഴം അല്ലെങ്കിൽ സാരിത്തുമ്പിൽ, ട്രെയിനിന്റെ മുമ്പിൽ, വണ്ടിയുടെ മുമ്പിൽ ആക്സിഡന്റിൽ വിഷം കുടിച്ച് മണ്ണെണ്ണ ഒഴിച്ച് കടലിൽ ചാടി തീ പുഴയിലൊക്കെ ചാടി നീ ആത്മഹത്യ ചെയ്യുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ ആത്മാവ് നരകത്തിലേക്ക് പോവുകയാണ്. നിന്റെ ആത്മാവ് ഇങ്ങോട്ടപ്പോ നരകത്തിലേക്ക്. കെടാത്ത തീയും ചാകാത്ത പുഴുവിനാൽ നിറയപ്പെട്ട് കിടക്കുന്ന ദുഷ്ടന്മാരുടെ കൂട്ടത്തിലേക്ക് നീ പോവുക. അവിടെ നീ തിന്മ മാത്രം. അവിടെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അവിടെ നിനക്ക് കരകയറാൻ കഴിയുന്ന നിന്റെ നിത്യത മുഴുവൻ തിന്മയിലൂടെ കെടാത്ത തീയിൽ കിടന്ന് ജ്വാലിൽ കിടന്ന് നീ വേദനിക്കും. അവിടെ നിന്നെ പിടിച്ചു വരുത്താൻ ആരും. അതുകൊണ്ടാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. യാക്കോബ് ഒരിക്കലും അങ്ങനെ ചിന്ത വന്നിട്ടില്ല. അവന്റെ ചിന്ത മുഴുവൻ ദൈവം പറഞ്ഞ വാഗ്ദത്തമാ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, മരണത്തിന്റെ വലിയ മുഴക്കം, മരണത്തിന്റെ മണിനാഥന്റെ കാതുകളുണ്ടെങ്കിലും സാത്താൻ പറയും, നിന്റെ ജീവിതം അവസാനിച്ച്, നീ ജീവിച്ചിട്ട് കാര്യമില്ല, മരിച്ചോ എന്ന് പറഞ്ഞ് നീ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് നീ ഒരുങ്ങുന്ന ചിന്തിക്കണം, ഞാൻ ചെയ്യുന്ന തിന്മയാണ്, ഞാൻ ദേശത്തോട്, സമൂഹത്തോട്, കുടുംബത്തോട് ചെയ്യുന്ന തിന്മയാണ്, ദൈവത്തോട് ചെയ്യുന്ന തിന്മയാണ്. ഈ തിന്മയുടെ ഫലം എനിക്ക് നരകമാണ്. ഞാൻ നരകത്തിലേക്ക് പോകുവാനില്ല. അവിടെ കിടാത്ത തീയിൽ ചാകാത്ത ദുഷ്ടനായ കായി തൊട്ട് സകലരും അധിവസിക്കുന്ന നരകയാതനയിലേക്ക് ഞാൻ അവിടില്ല. അതുകൊണ്ടാണ് ധനവാൻ പറഞ്ഞത്, അബ്രഹാം പിതാവേ, ലാസറിന്റെ കൈവിരൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ അബ്രഹാം പറഞ്ഞത്, ഹല്ലേലൂയ, ഇവിടുന്ന് അങ്ങോട്ട് വരുവാനോ അവിടെ ഇങ്ങോട്ട് വരുവാനും കഴിയില്ല. എനിക്ക് നിനക്കിടയിൽ വലിയൊരു പിളർപ്പുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ധനവാൻ പറഞ്ഞു, ഞാൻ ജാലിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. അതെ, നീ നരകത്തിയിലേക്ക്, തീജ്വാലിലേക്ക് നീ പോകരുത്. നിന്റെ ആത്മഹത്യ കൊണ്ട് തീജ്വാലിലേക്ക് പോലെ നീ ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ നിന്റെ ശരീരം ഒരുപക്ഷെ നിന്റെ ബന്ധുമിത്രാതെ ഏറ്റുവാങ്ങിയിട്ട് അതിന് നല്ലൊരു സംസ്കാര ശുശ്രൂഷ തന്നേക്കാം, നല്ല ശവക്കോട്ടയിൽ, നല്ല സെമിത്തേരിയിൽ അടക്കിയേക്കാം. അല്ലെങ്കിൽ ഓരോ ജാതിക്കാർ അവരുടേതായ സംസ്കാര ശുശ്രൂഷ ചെയ്യുന്നത് പോലെ ചെയ്തേക്കാം. പക്ഷേ അതിനുശേഷമായി നിന്റെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ടോ, അവർ ചെയ്യുന്ന ആചാരങ്ങൾ കൊണ്ടോ, അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ടോ തിന്മയിലൂടെ ആത്മഹത്യ ചെയ്ത് നരകത്തിലേക്ക് നിന്റെ ആത്മാവ് പോയ ആത്മാവിനെ മടക്കി വരുത്തുവാൻ, നിന്റെ ആത്മാവിനെ നിത്യശാന്തി കൊടുക്കുവാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യന്റെയും അല്ലെങ്കിൽ യാഗങ്ങൾക്കോ വഴിപാടുകൾക്കോ മരണാനന്തര ശുശ്രൂഷകൾക്കോ കഴിയില്ല. ഹല്ലേലൂയ. മരിച്ചു കഴിഞ്ഞ് പിന്നെ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഒന്നും മനുഷ്യൻ ലഭ്യമല്ല. ജീവനോടെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നീ ജീവനോടെ ഇരുന്ന് നന്മ ചെയ്യണം.
ഹല്ലേലൂയ. കഷ്ടങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ ആദ്യ ശുശ്രൂഷ പറഞ്ഞ ജീവിതം ഒരു ദൂരയാത്രയിൽ തുടങ്ങിയ പല കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതിന്റെ നടുവിൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, നീ ഒരിക്കലും നിന്റെ ജീവിതത്തെ ഒടുക്കിക്കളയരുത്. കഴിഞ്ഞ 2000 സ്തോത്രം 24 നമ്മൾ കണ്ടില്ലേ, എത്രയോ ജീവിതങ്ങളാണ് ആത്മഹത്യ ചെയ്ത്. 2025 പ്രാരംഭ നാളുകളിൽ എത്രയോ ആളുകളാണ് ആത്മഹത്യ ചെയ്ത് സ്വന്തം കുഞ്ഞുങ്ങളുമായി നദിയിൽ ചാടി പുഴയിൽ ചാടി സ്വയം ആത്മഹത്യ എത്രയോ പേരാണ്. അതുകൊണ്ട് നിനക്ക് എന്ത് നേട്ടമുണ്ടായി? ഹല്ലേലൂയ. അതുകൊണ്ട് അവനവന്റെ കുടുംബത്തെ നേട്ടമുണ്ടായില്ല. ഇനി ആത്മഹത്യ ചെയ്യുവാനിരിക്കുന്നവരുടെ ആ ഒരു ചിന്താഗതിയിൽ കടന്നു പോകുന്നത് പറയട്ടെ, മരണമണി പിശാച് നിന്റെ നാവിൽ കാതുകൾ കൊണ്ട് നീ മരിച്ചു എന്ന് പറയുമ്പോൾ നീ തിന്മ ചെയ്യുവാനാ പോകുന്നത്. നിനക്ക് നിത്യത കിട്ടത്തില്ല. ഹല്ലേലൂയ. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. അതിനെ നാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, നരകത്തിലേക്ക്, നരകയാതന. അതുകൊണ്ട് ഇവിടെ ദൈവം പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, നീ എനിക്ക് നന്മ ചെയ്യുമെന്ന്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. വീണ്ടും സ്തോത്രം 7ാമത്തെ വാഗ്ദത്തം എന്താണ്? നിന്റെ സന്തതിക്ക് ഈ ദേശം കൊടുക്കുമെന്ന്. 35:12. ആമേൻ. സ്തോത്രം. നിന്റെ സന്തതിക്ക് ഈ ദേശം കൊടുക്കുമെന്ന്. അന്നേ നീ ദൈവസന്നിധി നേരോട് കൂടി നിന്നാൽ, അബ്രഹാമിനോട് പറഞ്ഞ് നിന്റെ ഉള്ളക്കാൽ ചവിട്ടുന്ന ദേശമൊക്കെ ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞതുപോലെ യാക്കോബിനോട് ദൈവം പറയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ സന്തതിക്ക് ഈ ദേശം ഞാൻ കൊടുക്കും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഇതുപോലെയൊക്കെ നമ്മോട് സംസാരിച്ച പോലെ സ്നേഹത്തോടുകൂടി നമ്മോട് സംസാരിക്കുന്ന, നിങ്ങൾ എത്ര തെറ്റ് ചെയ്താലും, എത്ര കുറ്റങ്ങൾ ചെയ്താലും, എത്ര തിന്മ പ്രവർത്തിച്ചാലും, നിങ്ങൾ യാക്കോബിനെ പോൽ ഓടിപ്പോയാലും, ദൈവത്തെ അന്വേഷിക്കാതെ യാക്കോബിനെ പോൽ ഓടിപ്പോയാലും, വാഗ്ദാനമുള്ള ദൈവത്തിന്റെ വഴിയിൽ നിന്നെ പിന്തുടർന്ന് പിടിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറയും, നിന്നെ ഞാൻ ദേശത്ത് മടക്കി വരുത്തുക മാത്രമല്ല, ഹല്ലേലൂയ, സ്തോത്രം, ഈ ദേശം നിന്റെ സന്തതിക്ക് ഞാൻ കൊടുക്കും. ചെയ്യും. ഹല്ലേലൂയ. അത് നിനക്ക് വലിയൊരു വാഗ്ദത്തമുണ്ട്. ഇന്ന് പകൽ കണ്ണുനീരിൽ കലങ്ങിയിരിക്കുന്ന സ്വാഭാവിക സഹോദര സഹോദരി, നീ ഒരിക്കലും നിരാശപ്പെട്ടു പോകണ്ട. നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്ക്. ദൈവം നിന്റെ സ്ഥിതികൾക്ക് മാറ്റം തരാൻ പോകുകയാണ്. നിന്റെ സാഹചര്യങ്ങളെ ദൈവം മാറ്റാൻ പോകുക. നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ പോകുകയാണ്. കലങ്ങിയ വേദനയുമായി ഹൃദയം പൊട്ടി നൊമ്പരപ്പെടുന്ന, ഇനി എന്ത് ചെയ്യും, മുന്നോട്ട് എങ്ങനെ പോകുന്നോർത്ത് ഭാരപ്പെടുന്ന ശ്രോതാവി, കടക്കണി കൊണ്ട്, ജപ്തി നടപടികൾ കൊണ്ട് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു ഒന്നുമില്ല പെരുവഴിയിലേക്ക് ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്ന ആ മനുഷ്യനോട് പറയട്ടെ, ദൈവം നിനക്ക് അനുകൂലമാകട്ടോ. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം, തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ഒരു സഹോദരൻ സ്വയം മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചത്. പുറംപോക്കിലെ സ്ഥലത്തിന് വേണ്ടി അയൽവാസി കേസ് കൊടുത്ത് ആ പുറംപോക്കിലെ സ്ഥലത്തിനകത്ത് വീട് വെച്ചത് മുഖാന്തരം അവരെ ഇറക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ കേസ് നടന്നത്. അവസാനം ആ സഹോദരിയും ആത്മഹത്യ ചെയ്തു. അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് അവരുടെ മക്കൾ ആ സ്ഥലത്തിൽ അടക്കി. പിന്നെ ആദ്യമേ കേസും വഴക്കുമായി പിന്നീട് കോടതി വിധിച്ചു. അതിലെ കല്ലറ പൊളിച്ചു കളഞ്ഞ, വീട് പൊളിച്ചു കളഞ്ഞ സ്ഥലം അലരിയ ആ സ്തോത്ര സഹോദരിക്ക് കൊടുക്കണമെന്ന്. ആ പൈതന്റെ കണ്ണുനീര് നിങ്ങൾ കണ്ടില്ലേ? ആ മകന്റെ കണ്ണുനീര് നിങ്ങൾ കണ്ടില്ലേ? സോഷ്യൽ മീഡിയ വഴി എന്നെ കേൾക്കുന്ന പ്രൈസറ, നിനക്ക് നിയമം പ്രതികൂലമാകും. പോലീസ് നിനക്ക് അനുകൂലമായിരിക്കത്തില്ല, നിയമങ്ങൾ നിനക്ക് അനുകൂലമായിരിക്കത്തില്ല, കോടതി നിനക്ക് അനുകൂലമായിരിക്കത്തില്ല, എല്ലാം നിനക്ക് പ്രതികൂലമായിരുന്നാലും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ആമേൻ, ഞാൻ നിനക്ക് നിന്റെ സന്തതിക്ക് ആദേശം തരും. അത് നിനക്ക് നഷ്ടപ്പെട്ടതിനെ ദൈവം തരാൻ വിശ്വസനാകട്ടോ. നിനക്ക് നഷ്ടപ്പെട്ടതിനെ അതുകൊണ്ട് ആരും നിനക്ക് കൈത്താൻ എല്ലാം നിനക്ക് പ്രതികൂലമായിരുന്നാലും നിനക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഭാരപ്പെടാതെ യാക്കോബ് പറയുക, ഹല്ലേലൂയ, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഹല്ലേലൂയ, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിന്റെ വാതിലാണ്, ഹല്ലേലൂയ. അതുകൊണ്ട് ആലയത്തെ കുറിച്ച് എനിക്ക് ബോധ്യം വേണം. 4 ചുമരുകൾക്കകത്ത് വന്ന് കൂടിയിരിക്കുന്നതല്ല, മനുഷ്യന്റെ കൈപ്പണികൾ കൊണ്ട് പണിത് വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങളെ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമല്ല ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം നിന്നെയാണ് ആലയമായിട്ട് വിളിച്ചു ആദരിച്ചത്. 1 കൊരിന്ത്യർ 3:16 വായിക്കും, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? അത് നീയാണ് ദൈവത്തിന്റെ ആലയം. നീ ആകുന്ന നിന്റെ ആലയത്തിനകത്ത് നീ ദൈവത്തിന് ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ, ദൈവത്തെ മഹത്വപ്പെടുന്നെങ്കിൽ, ദൈവത്തിന് വേണ്ടി നീ വിശുദ്ധിയിലും വേർപാടിലും നിൽക്കുന്നെങ്കിൽ, നിനക്ക് നഷ്ടപ്പെട്ടതിനെ 100 മടങ്ങായിട്ട് തരുവാൻ ദൈവം വിശ്വസന. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഇന്ന് പകൽ ചിലരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്, ചിലരൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത്, അത് നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ പോകുകയാണ്. നീ പ്രാർത്ഥിച്ച വിഷയത്തിൽ മറുപടി നൽകാൻ പോകുക. വാഗ്ദാനങ്ങളുമായി യേശു നിന്റെ അരികിലേക്ക് വരികയാണ്.
വാഗ്ദാനങ്ങൾ എണ്ണിയാ തീരാത്ത വാഗ്ദാനങ്ങളുമായി യേശുവിന്റെ അരികിലേക്ക് വരുന്നു. ഇത് ഇവിടുത്തെ ഭരണപ്രതിപക്ഷ പാർട്ടികൾ നൽകുന്ന ഇടതുവരുന്ന സർക്കാരുകൾ നൽകുന്നതല്ല, മറ്റേതൊരു സർക്കാരുകൾ നൽകുന്നതല്ല. ഇവിടെ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ, ഭാരതത്തിൽ ഇടത് സർക്കാരുണ്ട്, വലത് സർക്കാരുണ്ട്. അതിനകത്ത് പല മുന്നണികളുണ്ട്. കൂടാതെ മൂന്നാമത് BJP, അങ്ങനെ 3 മെയിൻ പാർട്ടികളും. അതിനകത്ത് ഒരുപാട് പോഷക സംഘടനകളുണ്ട്. അവരാരും തരുന്ന വാഗ്ദാനങ്ങളല്ല, അവർ വാഗ്ദാനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കളയും. കാറ്റിൽ പറന്നു പോകുന്ന പോലെ, കരിയിലെ കാറ്റിനകത്ത് പറന്നു പോകുന്ന ഒരു ഭൂമിയിലുള്ള സകല വാഗ്ദാനങ്ങളും പറന്നു പോകുമ്പോൾ ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം വാഗ്ദാനങ്ങളുമായി യാക്കോബിനെ പിന്തുടർന്നതുപോലെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുമായി ദൈവം നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിനക്ക് ചില വാഗ്ദാനങ്ങളെ ദൈവം തന്നിട്ടുണ്ട് കേട്ടോ. നീ വചനം വിശ്വസിക്കുക. വചനത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ ദൈവം നിന്റെയും നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. രക്തം ചെയ്യാം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ നിന്റെ ദേശത്തെ ജാർച്ചക്കാരും ബന്ധുഭവത്തിൽ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം എന്ന് കൽദയപട്ടണമായിരിക്കുന്ന ഊരിൽ അബ്രഹാമിന്റെ വിത്തേറെ കണ്ടക്കമോ വിഗ്രഹങ്ങളെ പണത് ഉപജീവനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 12. അബ്രഹാം ദൈവത്തിന്റെ വാക്ക് കേട്ട് മറുതലിക്കാതെ തദ്ദേശത്തെ ജാർച്ചക്കാരും പിതൃഭവനത്തിൽ വിട്ട് തന്നെ കാണിപ്പാൻ ദേശത്തേക്ക് വാഗ്ദത്തകാനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്ത അബ്രഹാമിന്റെ ജീവിതം പരാജയപ്പെടാതെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. നീ ദൈവത്തിൽ വിശ്വസിച്ച് അബ്രഹാമിന്റെ മകനായി ഇസഹാക്കിന്റെ മകനായി യാക്കോബിനെയും അനുഗ്രഹിച്ച ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ പോകും. അതുകൊണ്ട് നീയും പറയണം, അബ്രഹാമിന്റെ ഇസഹാക്കിന് യാക്കോബിന്റെ ദൈവമേ, അങ്ങന്റെ അങ്ങ് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെല്ലാം നിറവേറുവാൻ വിശ്വസ്തനാണ്, ഞാനത് വിശ്വസിക്കുന്നത് പറഞ്ഞ് നീ നിന്റെ കൂടാരമാകുന്ന ആലയത്തിനകത്ത് നീ ദൈവത്തെ സ്തുതിക്കുക. രക്തം ചെയ്യും. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത 8ാമത്തെ വാഗ്ദത്തം, മിസ്രയീമിൽ വെച്ച് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. മിസ്രയീമിൽ വെച്ച് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അതെ, 75 പേരോട് മിസ്രയീമിലേക്ക് പോയ കൂട്ടം മടങ്ങി വരുന്ന വലിയൊരു സംഖ്യയായിട്ടാണ്. 75 പേരോട് കൂടി പോയി, പക്ഷെ അവർ മടങ്ങി ഒരു വലിയ കൂട്ടമായിട്ടായിരുന്നു. ഹല്ലേലൂയ. അതെന്തിനെ വലിയൊരു കൂട്ടമാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുക. 9ാമത്തെ വാക്യത്തിലേക്ക് പറയുന്നത്, ഞാൻ നിന്നോടുകൂടെ മിസ്രയീമിലേക്ക് പോരും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എങ്ങോട്ട് പോയാലും ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നാ. നീ എങ്ങോട്ട് പോയാലും ദൈവം നിന്നോട് കൂടെയുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കരയാതെ നീ വാഗ്ദത്തങ്ങളിലേക്ക് മടങ്ങി വാ. ഇവിടെ ഇപ്പോഴാകുന്നു ആദ്യമായി യാക്കോബ് ദൈവത്തിന്റെ ശബ്ദം കേട്ടത്. സ്തോത്രം. ഹല്ലേലൂയ. ഉൽപ്പത്തി 28 ഹല്ലേലൂയ, സ്തോത്രം. 13, 14, 15 വാക്യം വായിക്കുമ്പോൾ ആദ്യമായി യാക്കോബ് ദൈവശബ്ദം കേൾക്കുന്നതാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാ, നീ ദൈവശബ്ദം കേൾക്കണം. യാക്കോബ് ദൈവശബ്ദം കേട്ട് ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ചതുപോലെ നീ ദൈവശബ്ദം കേട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. കണ്ണുകളടച്ചാട്ട് കരഞ്ഞ് കണ്ണുമായി കഷ്ടത്തിൽ നടിയിലൂടെ എല്ലാം നഷ്ടപ്പെട്ടു ഒന്നുമില്ലാത്തവരായി നിരാശ നടിയിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളെ ഇന്ന് പകൽ വാഗ്ദാനങ്ങളുമായി ദൈവം നിറയ്ക്കാൻ പോകുക. യാക്കോബിൽ നിവർത്തിച്ച വാഗ്ദാനങ്ങളെല്ലാം ദൈവം നിനക്ക് തരാൻ പോകുകയാണ്. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളിൽ 100 കോടി ജനം, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല, കുടിതൊട്ട് കൊട്ടാരത് വരെ വലിയൊരു ചേരുവരെയും ഐശ്വര്യത്തിലും ബാല്യത്തിലും കൗമാര യൗവനത്തിലും വാർത്തയിലും വൃത്തരക്ഷണ യാചകർ, ഓർഫനേജ് ഹോട്ടലിൽ തട്ടവറയിലായിരിക്കുന്ന സകല ജനത്തിലും കർത്താവേ, സ്തോത്രം. രാജ്യരാഷ്ട്ര തലവന്മാർ, രാജാക്കന്മാരടക്കമുള്ള എല്ലാ ഭരണ സംവിധാനങ്ങളെ, എല്ലാ മത നേതാക്കന്മാരെ, എല്ലാ സാമൂഹ്യ സാംസ്കാരിക മീഡിയ രംഗം നിൽക്കുന്ന സകല ജനത്തെയും കർത്താവേ, ഞങ്ങൾ ദൈവസ്ഥനിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. 7093 ഭാഷയോടെ സംസാരിക്കുന്ന ലോക രാജ്യങ്ങൾക്കകത്ത് കർത്താവേ, ജനത്തിന് മാനസാന്തരം കൊടുക്കണമേ, മടങ്ങി കൊടുക്കണമേ. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവത്തെക്കുറിച്ച് ബോധ്യം കൊടുക്കുവാൻ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും മരണത്തിന്റെ വലിയ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന അനേക ജീവിതമുണ്ട്. അവരുടെ ജീവിതത്തിൽ സമാധാന, സന്തോഷം, അഭിവൃദ്ധി കൊണ്ട് നിറയ്ക്കണമേ. ശാപങ്ങൾ മാറിപ്പോകട്ടെ, രോഗങ്ങൾ മാറിപ്പോകട്ടെ, വേദന കഴിഞ്ഞു മാറട്ടെ, പോരാട്ടങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവേ, ജനം വിടുവിക്കപ്പെടട്ടെ. ജനത്തിനെ വലിയ ദൈവപ്രവർത്തി അയക്കണം. അങ്ങ് സകല മഹത്വം എടുത്താൽ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.